തന്ത്രപരമായ നീക്കങ്ങളുമായിട്ടാണ് യുഎസിനോട് ഇപ്പോൾ അടുക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തിനായുള്ള അത്യാധുനിക ആളില്ലാ വിമാന സംവിധാനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഭീമനായ ലാർസൻ ആൻഡ് ട്യൂബ്രോ. ഇതുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച യുഎസ് കമ്പനിയായ ജനറൽ അറ്റോമിക് എയറോനോട്ടിക്കൽ സിസ്റ്റംസ് ഇൻകോർപ്പറേറ്റഡുമായി ഒരു തന്ത്രപരമായ കരാറിൽ ഒപ്പുവെച്ചു. ഈ പങ്കാളിത്തത്തിന് കീഴിൽ രണ്ട് കമ്പനികളും ഇന്ത്യൻ സൈന്യത്തിനായി മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് റിമോട്ട്ലി പൈലറ്റഡ് എയർക്രാഫ്റ്റ് സിസ്റ്റംസ് ഇന്ത്യയിൽ നിർമ്മിക്കും. പ്രതിരോധ മന്ത്രാലയത്തിന്റെ വരാനിരിക്കുന്ന 87 മെയിൽ RPAS പ്രോഗ്രാമിൽ പങ്കെടുക്കുമെന്ന് L&T ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ SN സുബ്രഹ്മണ്യൻ പറഞ്ഞു. ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുകയും എയ്റോസ്പേസ് സാങ്കേതിക വിദ്യകളിൽ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് US കമ്പനിയുമായി സഹകരിച്ച് ആളില്ലാ വിമാനങ്ങൾ നിർമ്മിക്കുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. പ്രതിരോധ എയ്റോസ്പേസ് മേഖലയിലെ L&Tയുടെ എഞ്ചിനീയറിംഗ്, പ്രിസിഷൻ മാനുഫാക്ചറിംഗ് സിസ്റ്റംസ് ഇന്റഗ്രേഷൻ വൈദഗ്ധ്യം, GASIയുടെ പ്രവർത്തനശേഷികളും ഈ സഖ്യം പ്രയോജനപ്പെടുത്തുമെന്ന് കമ്പനി ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു. GASIയുടെ MQ സീരീസ് RPAS വിമാനങ്ങൾ ലോകമെമ്പാടും വ്യാപകമായി വിന്യസിക്കപ്പെട്ടിട്ടുണ്ടെന്നും നിരീക്ഷണ ആക്രമണ ദൗത്യങ്ങൾക്കായി ദശലക്ഷക്കണക്കിന് മണിക്കൂർ പറന്നിട്ടുണ്ടെന്നും കമ്പനി അറിയിച്ചു. അതേസമയം കൂടുതൽ പങ്കാളിത്തത്തിലേക്കുള്ള ഒരു വലിയ നീക്കത്തിൽ ഇന്ത്യയുമായി 10 വർഷത്തെ പ്രതിരോധ ചട്ടക്കൂടിൽ അമേരിക്ക വെള്ളിയാഴ്ച ഒപ്പുവെച്ചതായി യുദ്ധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് പ്രഖ്യാപിച്ചു. ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ ബന്ധങ്ങൾ ഇത്രയും ശക്തമായിട്ടില്ല എന്ന് പറഞ്ഞു. ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ കണ്ട് ചട്ടക്കൂടിൽ ഒപ്പുവെച്ചതായി വ്യക്തമാക്കുകയും ചെയ്തു. യുദ്ധവകുപ്പിന്റെ തലവൻ പറഞ്ഞു, കരാർ ഇന്ത്യ US പ്രതിരോധ പങ്കാളിത്തത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇത് പ്രാദേശിക സ്ഥിരതയ്ക്കും പ്രതിരോധത്തിനുമുള്ള ഒരു മൂലക്കല്ലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ ഏകോപനം, വിവരങ്ങൾ പങ്കിടൽ, സാങ്കേതിക സഹകരണം എന്നിവ ഞങ്ങൾ മെച്ചപ്പെടുത്തുകയാണ്. നമ്മുടെ പ്രതിരോധ ബന്ധങ്ങൾ മുമ്പൊരിക്കലും ഇത്ര ശക്തമായിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചട്ടക്കൂടിൽ ഒപ്പുവെച്ച ശേഷം വാഷിംഗ്ടണും ന്യൂഡൽഹിയും തമ്മിലുള്ള പങ്കാളിത്തത്തിന് ഹെഗ്സത്ത് സിംഗിനോട് നന്ദി പറയുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ US ഇന്ത്യ ബന്ധങ്ങളിലൊന്നാണിത്. ഞങ്ങളുടെ തന്ത്രപരമായ വിന്യാസം, പങ്കിട്ട താൽപര്യങ്ങൾ, പരസ്പര വിശ്വാസവും സുരക്ഷിതവും സമൃദ്ധവുമായ ഇൻഡോ പസഫിക് മേഖലയ്ക്കുള്ള പ്രതിബദ്ധതയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. 10 വർഷത്തെ പ്രതിരോധ ചട്ടക്കൂടിനെ അഭിലാഷം നിറഞ്ഞത് എന്ന് പീറ്റ് ഹെഗ്സത്ത് വിശേഷിപ്പിക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങളിലെയും സൈന്യങ്ങൾക്ക് ഇതൊരു നിർണായക ചുവടുവയ്പ്പാണെന്നും വരാനിരിക്കുന്ന കൂടുതൽ ആഴമേറിയതും അർത്ഥവത്തായതുമായ സഹകരണത്തിനുള്ള ഒരു റോഡ് മാപ്പ് തയ്യാറാക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മുടെ പങ്കിട്ട സുരക്ഷയ്ക്കും ശക്തമായ പങ്കാളിത്തത്തിനും വേണ്ടിയുള്ള അമേരിക്കയുടെ ദീർഘകാല പ്രതിബദ്ധതയെ ഇത് അടിവരയിടുന്നുണ്ടെന്നും യുദ്ധ സെക്രട്ടറി കൂട്ടിച്ചേർത്തു. വെള്ളിയാഴ്ച നടന്ന ASEAN ഇന്ത്യ പ്രതിരോധ മന്ത്രിമാരുടെ രണ്ടാം അനൗപചാരിക യോഗത്തിനിടയിലാണ് ഈ അനൗപചാരിക കൂടിക്കാഴ്ച നടന്നത്. നവംബർ 1 മലേഷ്യയിലെ ക്വാലാലംപൂരിൽ നടക്കാനിരിക്കുന്ന ASEAN പ്രതിരോധ മന്ത്രിയുടെ മീറ്റിംഗ് പ്ലസിന്റെ ഭാഗമായാണ് അനൗപചാരിക കൂടിക്കാഴ്ച നടന്നത്. ക്വാലാലംപൂരിൽ നടന്ന ASEAN യോഗങ്ങളിൽ പങ്കെടുക്കുന്നതായി രാജ്നാഥ് സിംഗ് പ്രഖ്യാപിച്ചിരുന്നു. പ്രതിരോധ മന്ത്രിമാരുടെ അനൗപചാരിക യോഗം ASEAN അംഗരാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള പ്രതിരോധ സുരക്ഷാ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ആക്ട് ഈസ്റ്റ് പോളിസി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ലക്ഷ്യമിടുന്നുവെന്നും പറഞ്ഞു. ക്വാലാലംപൂരിൽ നടന്ന ASEAN കിഴക്കൻ ഏഷ്യ ഉച്ചകോടിക്കിടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് രാജ്നാഥ് സിംഗും ഹെഗ്സത്തും തമ്മിലുള്ള കൂടിക്കാഴ്ച നടത്തിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.